ഇവിടെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഹസ്ബൻഡ് വീട്ടിലേക്ക് വരുന്ന ഹീറോനാണെങ്കിൽ അവന്റെ വീട് കണ്ടത് ഷോക്ക് ആവുകയാണ്. കാരണം അവന്റെ വീട്ടിനാണെങ്കിൽ ആകെ ഒരു റൂം ആയിരിക്കും ഉണ്ടാവുക. ആ ഒറ്റ റൂം തന്നെയായിരിക്കും അവന്റെ ബെഡ്റൂമും കിച്ചണും. ഇൻഫാക്ട് ഒരു വീട്ടിലുണ്ടാവുന്ന എല്ലാ റൂമും തന്നെയായിരിക്കും. ഇനി അവിടെയുള്ള ടോയ്ലറ്റ് ആണെങ്കിൽ തനിയെ വെളിയിൽ പൈസ കൊടുത്ത് പോകുന്ന പോലെയാണ്. സോ ഹീറോയിന് വേറെ വഴിയില്ലാതെ ലൈഫ് മേൽ അഡാപ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ അതേ സമയത്ത് ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ കുറച്ചധികം ഷൈ ടൈപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയായിട്ടും ഇവർ തമ്മിൽ ഫസ്റ്റ് ഡേറ്റ് നടന്നിട്ടുണ്ടാവില്ല. ഇവളുടെ ഹസ്ബൻഡ് രാവിലെ നേരത്തെ എണീറ്റ് പണിക്ക് പോകും. അതുപോലെ വൈകുന്നേരം വരുമ്പോഴാണെങ്കിൽ കുടിച്ചിട്ടും ഉണ്ടാവും. അതേ സമയത്ത് ഹീറോയിനാണെങ്കിൽ കുക്കിംഗ് അറിയാത്ത പെണ്ണായിരിക്കും. ഓരോ ദിവസം കടയിൽ നിന്നായിരിക്കും ഫുഡ് വാങ്ങുന്നുണ്ടാവുക. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ഇവൾ ഫുഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ച് രാവിലെ ഹസ്ബൻഡ് പോകും മുന്നേ അതിന് പൈസ വാങ്ങാണ്. അതുകൊണ്ട് കടയിൽ പോയിട്ട് ഇവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് വരും. എന്നാൽ ഇവൾ രാവിലെ ആരംഭിച്ച കുക്കിംഗ് ആണെങ്കിൽ വൈകുന്നേരം ഹസ്ബൻഡ് പണി കഴിഞ്ഞ് വരുമ്പോൾ തീർന്നിട്ടുണ്ടാവില്ല. ഇവൾക്ക് കുക്കിംഗ് അറിയാത്തതുകൊണ്ട് തന്നെ അടുത്ത വീട്ടിലെ ആന്റിയോട് ഹെൽപ്പ് വെച്ച് കുക്കിംഗ് എല്ലാം പഠിക്കുകയാണ്. പക്ഷേ അതേ സമയത്ത് ഇവൾക്കാണെങ്കിൽ വീട്ടിലൊറ്റയ്ക്ക് ഇരുന്ന് മതിയാവുന്നുണ്ടാവും. അത് ദിവസങ്ങൾ പോകുന്നതോറും ഡിപ്രഷൻ ആയിട്ട് മാറിയാണ്. ഹീറോന്റെ മെന്റൽ ഹെൽത്ത് വീക്ക് ആവുകയാണ്. ഒരു സൈഡ് ഇവൾ ഹസ്ബൻഡിനോട് ക്ലോസ് ആവാൻ നോക്കിയാലും പറ്റുന്നുണ്ടാവില്ല. മറ്റേ സൈഡ് ഡിപ്രഷൻ ആണെങ്കിൽ പീക്കിലേക്ക് എത്തും. ടെൻഷൻ ആവുന്ന ഹീറോനാണെങ്കിൽ മിഡ് നൈറ്റ് റോഡിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങുകയാണ്. കൂടാതെ ഇവളാണെങ്കിൽ സ്മോക്ക് ചെയ്യുന്നുണ്ടാകും. അതുപോലെ ഡ്രിങ്ക്സും ചെയ്യുന്നുണ്ടാവും. ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവൾ ജോലി അന്വേഷിച്ച് പോകുകയാണ്. അവിടെയാണെങ്കിൽ ഒരു ഓഫീസിൽ ക്ലീനിങ് ജോലിയും കിട്ടും. പക്ഷേ ഇവൾക്കാണെങ്കിൽ മര്യാദയ്ക്ക് ക്ലീൻ ചെയ്യാൻ പോലും അറിയുന്നില്ല. അങ്ങനെ ജോലി കഴിഞ്ഞ് ഇവൾ നടന്നു വരുന്ന സമയത്താണെങ്കിൽ രാത്രി വഴിയോരത്തുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഇവളെ കാണാൻ തന്നെ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് ഇവളുടെ രഹസ്യം ചോദിക്കുകയാണ്. പക്ഷേ ഹീറോനാണെങ്കിൽ പെട്ടെന്ന് അവിടെ ഓടി വരികയാണ്. എന്നാൽ ആ സമയത്ത് റോഡിലാണെങ്കിൽ ഒരു ആട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ പെട്ടെന്ന് ഇവളാണെങ്കിൽ അത് ആടിനെ പിടിച്ചതിന്റെ കഴുത്തിൽ കടിച്ച് അതിന്റെ ബ്ലഡ് കുടിക്കുകയാണ്. ആ ബ്ലഡ് കുടിച്ച ഉടനെ ഇവളുടെ കാതിലേക്കാണെങ്കിൽ ആരും സംസാരിക്കുന്ന പോലെ കേൾക്കാൻ. അതുപോലെ ഇവളുടെ ഡിപ്രഷനും മെല്ലെ മെല്ലെ ഇല്ലാതാവുകയാണ്. ഇവൾക്ക് എന്ത് സംഭവിച്ചു താല്പര്യം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പാർട്ടിന്റെ കമന്റ് വീഡിയോക്ക് ലൈക്കും ചെയ്യുക.